ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഓർക്കിഡ് എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി പാർലറിലാണ്. കാലിക്കറ്റ് തന്നെയാണ്, നരിക്കുനിയിലാണ് ഈ ഓർക്കിഡ് ബ്യൂട്ടി പാർലർ വരുന്നത്. ന്യൂലി ഇനാഗ്രേറ്റഡ് ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് നോക്കിയതായിരുന്നു എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഹെയർ കളർ ചെയ്യണമായിരുന്നു. അപ്പോൾ രണ്ടുപേരും കൂടി അതിന് വേണ്ടിയിട്ട് വന്നതായിരുന്നേ. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ അനിയത്തിയുടെ ഹെയറാണ് കേട്ടോ വാഷ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രിസി ആയിട്ടുള്ളൊരു ഹെയറാണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് ഡൈ ചെയ്യാൻ പറ്റില്ല. സ്പാ ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ സ്പാ ചെയ്യാമെന്ന് വിചാരിച്ചു. അനിയത്തിക്ക് കുറച്ച് ഹെയർ കളറും ചെയ്യണം, അതുപോലെ തന്നെ ഫ്രണ്ടിലൊന്ന് സ്മൂത്തനിങ് ചെയ്തിടണം എന്നാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവളുടെ ഹെയറാണ് ഫസ്റ്റ് തന്നെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹെയറും വാഷ് ചെയ്ത് ജസ്റ്റ് സ്പായൊക്കെ ചെയ്ത് അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇത് അനിയത്തിയുടെ ഹെയർ വാഷൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ ഹെയറാണ് വാഷ് ചെയ്യാനുള്ളത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കമ്മലൊക്കെ ഊരി ജസ്റ്റ് അവിടെ അങ്ങനെ അവർക്ക് റെഡി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മുടിയിലും എന്താ പറയുക, ഞാൻ ഡീടാംഗ്ലിങ് ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇതേ അവരെ എൻ്റെ ഹെയറും വാഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുക, നല്ല സുഖമാണല്ലോ നമുക്ക് ഈ തലയിലേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്ത്. അപ്പോൾ ഞാനിങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അത് എൻജോയ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാ അനിയത്തിയുടെ ഹെയർ ഡ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അവളുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഡ്രൈ ചെയ്തതിന് ശേഷം. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ആണെങ്കിൽ അപ്പോഴും വാഷിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഷാംപൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ. അങ്ങനെ അവളുടേത് അപ്പോഴത്തേക്കും റെഡി ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റേത് അങ്ങനെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ ജസ്റ്റ് വാഷിങ് നടന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ എൻ്റെ ഹെയർ വാഷിനൊക്കെ ശേഷം ഇതാ അവർ സ്പാ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രീമൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് കേട്ടോ എൻ്റെ തലയിൽ ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെ സ്പായൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് കളർ ചെയ്യാനുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാനും സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത്. പക്ഷേ എൻ്റേത് ഇപ്പോൾ ഒന്നും ഞാൻ ഹെയർ കളർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. മുടിയൊക്കെ ഭയങ്കരമായിട്ട് സോഫ്റ്റായി, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ക്രീമിൻ്റെ ആ ഒരു ഇതൊക്കെ കൂടി ആയിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട്. എൻ്റെ മുടി തൊടുന്ന സമയത്ത് തന്നെ ഭയങ്കര ഫ്രിസി ഹെയർ ആയിരുന്നല്ലോ. അപ്പം ഇത് ചെയ്തതിന് ശേഷം നല്ല സ്മൂത്തായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എൻ്റേത് കഴിഞ്ഞിട്ട് ഇപ്പം അനിയത്തിയുടെ കളർ ചെയ്യാൻ പോവുകയാണ്. അവളുടേത് ഫ്രിസി ഹെയർ ഒന്നും അല്ലായിരുന്നു, അത്യാവശ്യം നല്ലൊരു മുടിയാണ് അവളുടേത്, തിന്നാണ് അവളുടെ ഹെയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് വേഗം തന്നെ കളർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് അവളുടേത് വേഗം കളർ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ അതിന് വേണ്ടിയിട്ട് ചേച്ചി ഡൈ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താഴെ ഗാനമേളയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അത് ഒന്ന് ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാൻ ഞാൻ നോക്കിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അനീത്തി ഇവിടെ ഈ ഡ്രസ്സിൽ നിൽക്കുകയല്ലേ. അപ്പോൾ പിന്നെ ഞാനായിട്ട് അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അവളുടെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് താഴേക്ക് ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം ഞാൻ അവളുടെ കൂടെ അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ എന്താണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ അറിയാനും വീഡിയോ എടുക്കാനൊക്കെ വേണ്ടി പോയി നോക്കിയ സമയത്ത് അവളെ ഞാൻ സ്റ്റെയറിൻ്റെ അടുത്താക്കിയിട്ടാണ് പോയത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വീഡിയോസ് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് കേട്ടോ.
അങ്ങനെ ഇവിടുന്ന് ജസ്റ്റ് ഇതൊക്കെ എടുത്ത് കുറച്ച് നേരം ഞാൻ കേട്ടിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞാൻ വേഗം അനിയത്തി ഒറ്റയ്ക്ക് ആക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ വേഗം അങ്ങോട്ട് തന്നെ പോയി. അവൾ സ്റ്റെയറിൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ ജസ്റ്റ് അവളെ കൂട്ടിയിട്ട് മേലോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതേ അവളുടെ ഹെയർ ഇങ്ങനെ സെറ്റാക്കിയതിന് ശേഷം കുറച്ച് ഒരു 20 മിനിറ്റ്സൊക്കെ ആയിട്ടുണ്ടാവും. അതിന് ശേഷം അവളുടെ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി ആ ഹെയറൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തു. ഇതാണ് അവളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം അവിടെ ആയിട്ടൊക്കെയാണ് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫുള്ളായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് മതിയെന്ന് വിചാരിച്ചു. പിന്നെ ആ ഫ്രണ്ടിൽ സ്മൂത്തനിങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെതെന്ന് പറയുന്നത് വലിയ അറിയാൻ മാത്രമൊന്നുമില്ല, പക്ഷെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്തായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നല്ലൊരു ഗ്ലേസിങ്ങും ഉണ്ടായിരുന്നു. അത് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും സ്റ്റാൻഡിൽ ബസ്സില്ല. ഞങ്ങളുടെ ലാസ്റ്റ് ബസ്സും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.